ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് വഅൻഇം അലാ അബ്ദിക വനബിയിക വറസൂലിക മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആയത്തുൽ ഹിജാബ് എന്ന പേരിൽ വിസ്തൃതമായ വഇദാ സഅൽതുമൂഹുന്ന ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ് ذلك أطهر لقلوبكم وقلوبهن وما كان لكم أن تؤذوا رسول الله ولا أن تنكحوا أزواجه من بعده أبدا إن ذلكم كان عند الله عظيما. ഈ ആയത്താണ് വിശദീകരിച്ചത്. അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ് പറഞ്ഞത്. ഈ ആയത്ത് സ്ത്രീകളുടെ പള്ളിപ്രവേശവുമായി ബന്ധപ്പെട്ടൊരു വിഷയവും ഇതിൽ പറയുന്നില്ല. പക്ഷേ പലപ്പോഴും ഹിജാബിൻ്റെ ആയത്തിറങ്ങിയതിന് ശേഷം സ്ത്രീകൾ പള്ളിയിൽ പോയിട്ടില്ല എന്നാണ് ചില ആളുകൾ പറയുക. ഈ ആയത്തിറങ്ങിയിട്ടും അതിനു മുമ്പും ഇസ്ലാം മതങ്ങളുടെ വിയോഗശേഷം വരെ സ്ത്രീകൾ അദ്ദേഹത്തിന് മസ്ജിദിൽ പോവുക എന്നുള്ളത് ഉണ്ടായിട്ടുണ്ട്. അത് ഒന്നുകൂടി ചൂട് പിടിച്ചൊരു ചർച്ചയായി. ഞാൻ കഴിഞ്ഞ ആഴ്ച ഉണർത്താൻ ഉദ്ദേശിച്ച ഒരു വിഷയം, ഈ ഖൈല എന്ന് പറയുന്ന ഒരു മഹദി, ഖൈല ബിൻത്ത് മഹ്റമ, ബനു തമീം ഗോത്രക്കാരി സ്ത്രീയാണ്. ബനു തമീമിലെ ബനു അംബർ. അതുകൊണ്ട് അവരെക്കുറിച്ച് ഖൈല ബിൻത്ത് മഹ്റമ അത്തമീമി അൽ അംബരിയ എന്ന് പറയും. അത്തമീമിയത്തുൽ അംബരിയ. അവർ ബനു ബക്കർ ഇബ്നു വായിൽ ഗോത്രത്തിൻ്റെ കൂടെ നാട് വിട്ട് വന്ന ഒരു ചരിത്രമുണ്ട്. ഈ ആമുൽ വുഫൂദൊക്കെ പറഞ്ഞ ഹിജ്റയുടെ 9-ലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നതിൻ്റെ ഒരു വർഷം മുമ്പല്ലേ. അങ്ങനെ ഈ ബനു ബക്കർ ഗോത്രക്കാരുടെ കൂടെ ഈ മഹദി അവർ ഇസ്ലാം സ്വീകരിച്ചു. അവരുടെ കൂട്ടക്കാരും ഇസ്ലാം സ്വീകരിച്ചില്ല. പിന്നെ അവർ എന്ത് ചെയ്യണം, ഒരു യാത്രാ സംഘത്തിൻ്റെ കൂടെ മദീനയിലേക്ക് രക്ഷപ്പെട്ട ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രത്തിൽ മഹദി വന്ന് ഇട്ടത് അവർ പറയുന്നത്, ഞങ്ങൾ മസ്ജിദ് നബവിയിലേക്ക് എത്തിയപ്പോൾ ഫജറിൻ്റെ ബാങ്ക് വിളിക്കുകയാണ്. ആ സമയം ഫജർ മദീനയുടെ പരിസരം മുഴുവൻ ഇരുട്ടാണ്. വാനങ്ങളിൽ നക്ഷത്രങ്ങൾ വരെ ഉണ്ട്. ഇരുട്ട് ഉള്ള സമയമാണ്. ഏതായാലും ഫജറിന് ഇഖാമത്ത് വിളിച്ചപ്പോഴാണ് ഞാൻ എത്തിയത്. അങ്ങനെ ഞാനിത് ഇത് മസ്ജിദിൽ പ്രവേശിച്ചിട്ട് ഞാൻ പോയിട്ട് സഫിൽ നിന്നു എന്നാണ്. സഫിൽ നിന്ന് ആളുകളൊന്നും തെളിഞ്ഞ് കാണില്ല. അപ്പോൾ ആളുകൾ സഫിൽ അന്നിങ്ങനെ അടുത്തടുത്തല്ലേ നിൽക്കുക, തോളുരുമ്മിയിട്ട് മടമ്പുരുമ്മിട്ട് ഇരിക്കുക. അപ്പോൾ തോളുരുമ്മി നിന്നപ്പോൾ എൻ്റെ അടുത്ത് നിന്ന ഒരാണിൻ എന്നോട് പറയാണ്, അറജുലൻ അമീംബ്ര, ആണാണോ പെണ്ണാണോ എന്ന് ചോദിച്ചിരുന്നാണ്. ആണാകുമ്പോൾ ഉറച്ചുണ്ടാവുമല്ലോ. അപ്പോൾ ബലിംബ്ര, ഞാൻ പെണ്ണാണെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ആണ് പറഞ്ഞതാണ്, ലഖദ് കിത്തി അൻ തുഫ്തിനീനി ഫീ ദീനി, നീ എന്നെ കുഴപ്പത്തിലാക്കാറായി എന്ന് പറഞ്ഞതാണ്. അങ്ങനെ അവരെന്ത് ചെയ്യുന്നതാണ്, നോക്കുമ്പോൾ ഫൈദ സഫുൻ ഖദ് ഹദസ ലിന്നിസായി അൻദൽ ഹുജറാത്ത്. അപ്പോൾ സ്ത്രീകളുടെ സഫ് ഹുജറാത്തിൻ്റെ അവിടെ, ഹുജറാത്ത് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ അവിടെ, വീടിൻ്റെ ആ ഭാഗം ഒക്കെ മസ്ജിദിലേക്കല്ല, അതിൻ്റെ വാതിലുകൾ, ആ ഭാഗത്ത് സ്ത്രീകളുടെ സഫ് ഉണ്ട്. ഞാൻ പള്ളിയിൽ കയറിയപ്പോൾ ഞാനത് കണ്ടില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത്, ഇരുട്ടുമല്ലേ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, സ്ത്രീകളുടെ സഫിൽ പോയിട്ട് നിസ്കരിച്ചു എന്നാണ് പറയുന്നത് മഹദി ഖൈല ബിന്തു മഹ്റമ. അപ്പോൾ അവിടെ ഈ സംഭവം ഇമാം തബറാനി മുഅ്ജമിൽ നിവേദനം ചെയ്തിട്ടുണ്ട്. അതൊരു വലിയ സംഭവമാണ്. ഇവരുടെ ഒരു വലിയ മഹത്ത് അറിയിക്കുന്ന വലിയൊരു സംഭവമാണത്. ഒരു ശാസ്ത്ര മതങ്ങളെ കാണാൻ വേണ്ടി വന്നതാണ്. അവർക്ക് ആരുമില്ല. അങ്ങനെ അവർ നിസ്കാരം കഴിഞ്ഞ് സ്ത്രീകളുടെ സഫിൽ ഇരുന്ന് സൂര്യൻ ഉദിക്കുന്നത് വരെ, സൂര്യൻ ഉദിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ചെന്നു. അപ്പോൾ ശാസ്ത്രമാതങ്ങളിങ്ങനെ ഫൈദ ഖായിദുൻ ഖുർഫുസ, റസൂൽ ഇങ്ങനെ ഖുർഫുസ ആയിട്ടിരിക്കുകയായിരുന്നു. ഖുർഫുസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിലത്ത് മണ്ണിലിരിക്കാൻ ഇങ്ങനെ
ഈ കാല് മടക്കി ഈ ഭാഗം നിലത്ത് കുത്തിയിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കുകയാണെന്നാണ്. ചില റിപ്പോർട്ടിൽ ഇങ്ങനെ മുട്ട് കുത്തിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണെന്ന്, അങ്ങനെയുണ്ട് നിലത്ത് പിന്നെ ഇരിപ്പിട ഈ ഭാഗം വെച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അത് അവർ റസൂലുള്ളാഹിനെ കുറിച്ചിട്ട് വലിയ ഇതിലല്ലേ വന്ന് വിചാരിച്ചിട്ടാണ് വരുന്നത്. പക്ഷേ മണ്ണിലിരിക്കണ ഇങ്ങനെ ഇരിക്കുന്ന ആളെ കണ്ടപ്പോൾ അവർ തന്നെ പേടിച്ചു പോയി. അങ്ങനെ അവർക്കൊരു വിറയൽ പിടികൂടി എന്നാണ്. അപ്പോൾ ആളുകൾ കണ്ട് റസൂൽ ഇങ്ങനെ ആ മിസ്കീനത്തായ പെണ്ണുങ്ങളെ കണ്ടിട്ട് പേടിച്ച് അതങ്ങളെ പിന്നിൽ നിൽക്കുന്നതാണ്. ഇപ്പോൾ റസൂലുള്ളാഹിൻ്റെ മുന്നിലേക്ക് അവർ വന്നിട്ടില്ല, റസൂലുള്ളാഹിൻ്റെ ബാക്കിൽ നിൽക്കുന്നത്. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളെ നോക്കിയപ്പോൾ അവരെ കണ്ട് യാ മിസ്കീന അലൈക്കി സക്കീന എന്ന് പറഞ്ഞതാണ്. യാ മിസ്കീന അലൈക്കി സക്കീന, പിന്നെ നിങ്ങൾ പിന്നെ സാവകാശം കാണിക്കൂ അല്ലെങ്കിൽ സമാധാനപ്പെടൂ എന്ന് പറഞ്ഞു എന്നാണ്. പിന്നെ അവരുടെ വിഷയങ്ങൾ കേട്ടു എന്നുള്ളതാണ് ചരിത്രം. ഏതായാലും ഈ ഇസ്ലാം ഖൈല ബിന്ത് മഖ്റമ അവർ പിന്നെ അംബരിയ ഈ മസ്ജിദിലേക്ക് വന്ന്, അത് ഹിജ്റയുടെ 9 എന്നിട്ട് അവർ പോയിട്ട് നിസ്കരിച്ച് മസ്ജിദിൽ കയറിയിട്ട് നിസ്കരിച്ചത് ആണുങ്ങളെ സഫിൽ പോയി നിന്നത് എന്നിട്ട് അവരെ പെണ്ണാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ബാക്കിലേക്ക് മാറ്റിയത്. അപ്പോൾ പെണ്ണുങ്ങളെ സഫിൽ പോയിട്ട് അവിടെ നിസ്കരിച്ചു. ഒക്കെ ഹദീസിൽ സഹിയായി വന്നാണ് വളരെ പിൽക്കാലത്ത് തന്നെ. അപ്പോൾ ഈ ആളുകൾ ഈ ആയത്ത് ഹിജാബിൻ്റെ ആയത്തിനപ്പുറം സ്ത്രീകൾ മസ്ജിദിൽ പോയിട്ടില്ല, ജുമാ ജമാലിൽ പങ്കെടുത്തിട്ടില്ല എന്ന് പറഞ്ഞൊക്കെ ഭയങ്കര ചരിത്രത്തിൽ അതിനോട് കാണിക്കുന്ന ഒരു ക്രൂരതയാണ്. അല്ലാഹുൽ മുസ്തആൻ. അവർക്കറിയാം, ഈ പറയുന്ന ആളുകൾക്ക് നന്നായിട്ട് അറിയാം എഴുത്തിക്കാഫും ഒക്കെ സ്ത്രീകളിരുന്നതും അത് എഴുത്തിക്കാഫൊക്കെ ഇങ്ങനെ മസ്ജിദിലല്ലാതെ ശരിയാവില്ല എന്നുള്ളതൊക്കെ ആളുകൾക്കറിയാം. ഫിഖ്ഹിൽ പഠിക്കണമല്ലേ. പിന്നെ ഒരു അന്ധമായ ഒരു വിവരക്കേടുകൾ. ഇനി നമുക്കതിൽ അതിൻ്റെ തുടർച്ചയിൽ ഇൻ തുബ്ദു ശൈഅൻ ഔ തുഖ്ഫൂഹു ഫഇന്നല്ലാഹ കാന ബികുല്ലി ശൈഇൻ അലീമ. എന്താ ഇൻ തുബ്ദു ശൈഅൻ വല്ലതും നിങ്ങൾ അബ്ദ യുബ്ദി തുബ്ദു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെളിവാക്കുകയായാൽ, ഇൻ തുബ്ദു ശൈഅൻ വല്ലതും നിങ്ങൾ വെളിവാക്കുകയായാൽ, അബ്ദ ഇബ്ദ എന്ന് പറഞ്ഞാൽ പ്രകടമാക്കി വെളിവാക്കി, ഔ അല്ലെങ്കിൽ തുഖ്ഫൂഹു അതിനെ നിങ്ങൾ ഗോപ്യമാക്കി മറച്ചു, അഖ്ഫ യുഖ്ഫി തുഖ്ഫു നിങ്ങൾ മറച്ചു, വല്ലതും നിങ്ങൾ പ്രകടമാക്കുകയോ വല്ലതും നിങ്ങൾ ഗോപ്യമാക്കുകയോ ചെയ്തു എങ്കിൽ ഫ ഇന്നല്ലാഹ കാന ബികുല്ലി ശൈഇൻ അലീമ. ഫ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ നിങ്ങൾ മറച്ചു പിടിച്ചാലും നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചാലും ഫ എൻ്റെ ജവാബാണ് ഇന്നല്ലാഹ് തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല കാന ബികുല്ലി ശൈഇൻ അലീമ. ഫ ഇന്നല്ലാഹ അല്ലാഹു സുബ്ഹാനഹു വ തആല കാന എന്നാണ് കാരണം ആയിരുന്നു എന്നല്ല, പിന്നെ ആകുന്നു. ഇന്നലെയാണ്, ഇപ്പോൾ ആകുന്നു, നീ അങ്ങോട്ടാകും. കാരണം ഫൈൻ അല്ലാഹ കാന അല്ലാഹു സുബ്ഹാനഹു വ തആല ആകുന്നു ബികുല്ലി ശൈഇൻ അലീമൻ. കാന അലീമൻ ബികുല്ലി ഷൈ. അലീമൻ നമ്മൾ സൂക്ഷ്മമായി അറിയുന്നവൻ എന്നതിനെക്കുറിച്ച് ബികുല്ലി ഷൈഇൻ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അല്ലാഹു സൂക്ഷ്മമായി അറിയുന്നവനാണ്. ഇവിടെ എന്താ ഇപ്പോൾ ഈ കോർവയിൽ ഹിജാബിൻ്റെ ആയതിന് ശേഷമാണ് ഇൻ തുബ്ദു ശൈഅൻ ഔ തുഖ്ഫൂഹു. നമ്മൾ കഴിഞ്ഞ ആയത്ത് പറഞ്ഞ അവസാനം പറഞ്ഞിരുന്നു, പിന്നെ നിങ്ങൾക്ക് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്നെ പ്രയാസപ്പെടുത്തുക എന്നുള്ളത് വമാ കാന ലക്കും അൻ തുദു റസൂലല്ലാഹ്, അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രയാസപ്പെടുത്തുക എന്നുള്ളത് നിങ്ങൾക്ക് ഒരിക്കലും സംഗതമല്ല, പാടുള്ളതല്ല. വല അൻ തൻകിഹു അസ്വാജഹു മിൻ ബഅദിഹി അബദൻ. തിരുദൂതരുടെ ഭാര്യമാരെ വിവാഹം കഴിക്കുക എന്നുള്ളതും നിങ്ങൾക്ക് ഒരിക്കലും പാടുള്ളതല്ല, ഒരിക്കലും അത് പാടില്ല എന്ന് പറഞ്ഞു. അവിടെ നമ്മൾ പറഞ്ഞു ചിലർ ആളുകൾ കപട വിശ്വാസികൾ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചില ഭാര്യമാരുടെ വിഷയത്തിൽ ഇങ്ങനെ ഒരു സംസാരം നടത്തിയിരുന്നു. ചിലർക്ക് അങ്ങനെ മനസ്സിലൊരു വെപ്പുണ്ടായിരുന്നു, റസൂലുള്ളാഹിൻ്റെ ചില ഭാര്യമാരെ സ്വീകരിക്കണം എന്നുള്ളത്. തഫ്സീറുകളിൽ അത് ചില സഹാബികളിലേക്ക് ചേർത്ത് പറയുന്നത് അതൊന്നും സ്ഥിരപ്പെട്ടതല്ല, ഒരിക്കലും സ്ഥിരപ്പെട്ടതല്ല. ചില സഹാബികൾക്ക് അങ്ങനെ ഒരു പിന്നെ ഉദ്ദേശം ഉണ്ടായിരുന്നു എന്നുള്ളത്.
അതാ ആ സഹാബികളുടെ ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നെ ഭാര്യമാരുമായിട്ടുള്ള അവരുടെ മഖാമിനോ അതേപോലെ ഈ പറയപ്പെടുന്ന സഹാബികളുടെ നിലവാരത്തിനോ ഒരിക്കലും ചേർന്നതല്ല. അതൊക്കെ ഈ ഒരു വാലും തുമ്പും ഇല്ലാത്ത വർത്തമാനങ്ങൾ മാത്രമാണ്, ഒരു ബലപ്പെട്ട നിവേദനങ്ങളേ അല്ല. പക്ഷേ ചില തഫ്സീറുകളിൽ ഇങ്ങനത്തെ വാർത്തകളൊക്കെ കൊടുക്കും. ഏതായാലും പിന്നെ കപടവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതാണ് വിഷയം. കപടവിശ്വാസികൾ ചിലരിങ്ങനെ പറഞ്ഞിരുന്നു, ചിലരവരുടെ മനസ്സിൽ കൊണ്ടുവരുന്നിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽ ചിലരെ തിരുവിയോഗ ശേഷം സ്വീകരിക്കണം എന്നുള്ളത്, പ്രത്യേകിച്ച് അവരിൽ പ്രായം കുറഞ്ഞ ഭാര്യമാരുണ്ടല്ലോ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ചാണ് ഈ ആയത്തിറക്കിയത്. ഏത് നമ്മൾ പറഞ്ഞ ഹിജാബിൻ്റെ ആയത്തിലെ അവസാന ഭാഗം വല അൻ തൻകിഹു അസ്വാജഹു മിൻ ബഅദിഹി അബദൻ എന്നുള്ളത് ആ വിഷയത്തിലാണ് ഇറങ്ങിയത്. പക്ഷേ പിന്നെ കപടവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉള്ളിൽ ഇപ്പോൾ അവർ കൊണ്ടിറക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ പുരസ്കരിച്ചാണ് ഈ പറയുന്നത് ഇൻ തുബ്ദു ഷൈഅൻ അലൈഹിസ് സലാം. ഈ ഷൈഅൻ എന്ന് പറഞ്ഞാൽ അതാണ് വിഷയം അതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉപദ്രവിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെ സ്വീകരിക്കാനുള്ള ഉദ്ദേശം, അതാണ് ഷൈഅൻ. അതിനെ നിങ്ങൾ പ്രകടമാക്കിയാലും പുറമേക്ക് വിളിച്ച് പറഞ്ഞാലും ഔ തുഖ്ഫുഹു അല്ലെങ്കിൽ അത് പറയാതെ ഉള്ളിൽ വെച്ചാലും ഫഇന്നല്ലാഹ് തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല കാന ബികുല്ലി ഷൈഇൻ അലീമ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയുന്നവനാണ്. ഇവിടെ രണ്ട് ഷെയ് ഉണ്ട്, ഒന്ന് ഇൻ തുബ്ദു ഷൈഅൻ, ഇവിടെ ബികുല്ലി ഷൈഇൻ അല്ലേ. ഈ രണ്ട് ഷെയ് ഒന്നാ അല്ല. ഇവിടെ ഈ ഷെയ്അൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദ്രോഹിക്കുക, ഉപദ്രവം ഏൽപ്പിക്കുക, അതേപോലെ തന്നെ തിരുവിയോഗ ശേഷം അവിടുത്തെ ഭാര്യമാരെ സ്വീകരിക്കുക എന്നുള്ള വിഷയം, അതാണ് ഷൈഅൻ. അള്ളാഹു ഈ ഷെയ്യ് മാത്രമല്ല അറിയുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആല ബികുല്ലി ഷൈഇൻ എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി അറിയുന്നവനാണ്. അതാണ് ബികുല്ലി ഷൈഇൻ അലീമൻ. പ്രത്യക്ഷമായാലും പരോക്ഷമായാലും അടുത്തതായാലും അകന്നതായാലും ചെറുതായാലും വലുതായാലും കഴിഞ്ഞതും നിലവിലുള്ളതും വരാതിരിക്കുന്നതും കുല്ലു ഷൈ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അലീമൻ എന്നാണ്. അവിടെ ഫഇന്നല്ലാഹ ബികുല്ലി ഷൈഇൻ അലീമൻ എന്നുള്ളത് പിന്നെ ഒരു പ്രസ്താവന മാത്രം. അലീമൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു അറിയുന്നവൻ എന്നാണ് അതിൻ്റെ ഉദ്ദേശം. അത് അറിവിൻ്റെ ലാസിമാണ് അവിടുത്തെ വിഷയം. അറിവ് എന്നുള്ളതല്ല, പിന്നെ അറിവിനെ തുടർന്നുള്ളത് എന്ത് എന്നുള്ളതാണ് പ്രധാനം. ലില്ലാഹി മുൽക്കു സമാവാതി വൽ അർദ് ഇൻ തുബ്ദു ഷൈഅൻ ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബിഹി. അതാണ് എൻ്റെ വിഷയം. നിങ്ങൾ ഇൻ തുബ്ദു ഷൈഅൻ ഔ തുഖ്ഫൂഹു എവിടെ പറഞ്ഞേ? സൂറത്തുൽ ബഖറയിൽ ഇൻ തുബ്ദു ഷൈഅൻ ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബിഹി. അതാണ് വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ വിചാരണ നടത്തുമെന്നുള്ളതാണ് വിഷയം. അതിനെ തുടർന്ന് രക്ഷാശിക്ഷയുണ്ട് എന്നുള്ളതാണ് വിഷയം. അതാണ്. അപ്പോൾ ഈ ആയത്ത് ഒരുപോലെ എന്താണ്, ഒരുപോലെ ഇത് അപകട അറിയിപ്പുമാണ്, അതേപോലെ തന്നെ ഇത് സുവിശേഷ അറിയിക്കലുമാണ്, സന്തോഷ വാർത്ത നൽകലുമാണ്. ഇതിനെക്കുറിച്ച് പറഞ്ഞ ആയ തർഗീബിയ ആയ തർഹീബിയ. തർഗീബ് എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ആഗ്രഹം ജനിപ്പിക്കലുണ്ട്, അതേപോലെ തന്നെ ആളുകളെ പേടിപ്പിക്കലുമുണ്ട്. ഇപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിധി വിലക്കുകളെ തുടർന്നിട്ടാണ് ഇത് പറഞ്ഞത്. വിധി വിലക്കുകളെ തുടർന്നിട്ടാണ് പറഞ്ഞത്. റസൂലുള്ളാഹിൻ്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ള മര്യാദകളാണ് പറഞ്ഞത്. നിങ്ങൾ ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യരുത് അല്ലേ, അതാണല്ലോ ആയത്തിൻ്റെ വിഷയം. അപ്പോൾ അതിനെ തുടർന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇൻ തുബ്ദു ഷൈഅൻ ഔ തുഖ്ഫൂഹു ഫഇന്നല്ലാഹ കാന ബികുല്ലി ഷൈഇൻ അലീമ. പ്രത്യേകം ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉപദ്രവിക്കുക, ഭാര്യമാരെ സ്വീകരിക്കുക എന്നുള്ള അതിൻ്റെ വിഷയത്തിലാണ് ഈ ആയത്ത് പ്രത്യേകം ഇറങ്ങിയതെങ്കിലും വിധി വിലക്കുകൾ ബാധകമായ ആയത്തുൽ ഹിജാബ് ഉണ്ടല്ലോ, അതിനെ തുടർന്ന് ഇത് പറയുമ്പോൾ എന്താ ഇൻ തുബ്ദു ഷൈഅൻ ഔ തുഖ്ഫൂഹു ഫഇന്നല്ലാഹ കാന ബികുല്ലി ഷൈഇൻ അലീമ എന്ന് പറയുമ്പോൾ കൽപ്പനകൾ പാലിച്ച ആളുകളുണ്ടല്ലോ, അവരെ സംബന്ധിച്ചിടത്തോളം അവരെന്തു വെളിവാക്കിയോ അവരെന്തു ഒളിപ്പിച്ചോ നീയത്താക്കിയോ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി വിരോധങ്ങൾ ആരെങ്കിലും വെച്ച് പുലർത്തുന്നുവെങ്കിൽ ഉണ്ടല്ലോ അത് വെളിവാക്കിയാലും ഒളിപ്പിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞിട്ടുണ്ട് എന്നാണ്. അപ്പോൾ മറ്റേതിന് രക്ഷ സ്വർഗം കിട്ടുന്നത് പോലെ പ്രതിഫലം കിട്ടുന്നത് പോലെ ഈ തിന്മക്ക് എന്ത് ചെയ്യും, ശിക്ഷയും നരകവും കിട്ടും എന്നുള്ള ഒരു അറിയിപ്പാണ്.
ഇതിൽ ഉള്ളത്. അവിടെ അങ്ങനെ തന്നെ ഈ സൂറത്തുൽ ബഖറയിൽ ലില്ലാഹി മാഫി സമാവാതി വൽ അർദ് ഇൻ തുബ്ദു ഷൈഅൻ ഇൻ തുബ്ദു മാഫി അൻഫുസിക്കും ഔ തുഖ്ഫൂഹു യുഹാസിബുക്കും ബിഹില്ലാ തന്നെ. അത് ഏതിനെക്കുറിച്ചാണ് പറഞ്ഞത്? ഇതിപ്പോൾ കുടുംബപരമായ ഒരു വിഷയം, അല്ലെങ്കിൽ പിന്നെ മനുഷ്യരുടെ കുടുംബപരമായ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇത് പറഞ്ഞത്. അവിടെ പറഞ്ഞത് സാമ്പത്തികപരമായിട്ടുള്ള വിഷയം പറഞ്ഞത് ആയത്തിൻ്റെ കടത്തിൻ്റെ ആയത്തും അതുമായി ഈ ഹല്ലദീനാമിനും ഇതാ തദായന്തും ബിദൈൻ എന്ന് പറഞ്ഞിട്ട് കടവുമായി ബന്ധപ്പെട്ട്, പിന്നെ അതിനെ തുടർന്ന് വൈകുണ്ട് ഫീ സഫരിൻ, നിങ്ങൾ യാത്രയിലാണ് എങ്കിൽ പിന്നെ ഈ കടം കൊണ്ട വിഷയം ഉണ്ടല്ലോ, പണയവുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞിട്ട് പിന്നെയാണ് പറയണത് എന്ത് ആ വിഷയം. ലില്ലാഹി മാഫി സമാവാതി വൽ അർദ് ഇൻ തുബ്ദു മാഫി അൻഫുസിക്കും ഔ തുഖ്ഫൂഹു യുഹാസിബുക്കും ബിഹില്ലാ എന്ന് പറയുന്നത് അവിടെ അതിനെ തുടർന്നാണ്. അപ്പോൾ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ടില്ല, കേവലം ഒരു സാമ്പത്തികമായ വിഷയം അവതരിപ്പിച്ചു നിർത്തിയില്ല. ഇവിടെ കുടുംബപരമായിട്ടുള്ള സാമൂഹികമായൊരു വിഷയം അവതരിപ്പിച്ചുകൊണ്ട് നിർത്തിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യണം, അതിനെ തുടർന്ന് പിന്നെ അതൊക്കെ ധാർമ്മികതയുമായി ഭക്തിയുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളതാണ് ഈ ഒരു ഇതിനെ തുടർന്ന് ഈ ഒരു പ്രയോഗം നടത്തുന്നതിലൂടെ അതിൻ്റെ ഒരു പിന്നെ പൊരുത്തം നമുക്ക് എന്ത് ചെയ്യണം, പിന്നെ നമ്മുടെ അകവും പുറവും പടച്ചവനുമായി ബന്ധപ്പെട്ടതായിരിക്കണം. അള്ളാഹുവിൻ്റെ പ്രീതി, അള്ളാഹുവിൻ്റെ ഇഷ്ടം ഇതൊക്കെ ആയിരിക്കണം നാം കാക്ഷിക്കേണ്ടത്. അല്ലാതെ അള്ളാഹുവിൻ്റെ അകൽച്ചയും അതൃപ്തിയും ആകാൻ പാടുള്ളതല്ല. ഇൻ തുബ്ദു ഷൈഅൻ ഔ തുഖ്ഫൂഹു ഫഇന്നല്ലാഹ കാന ബികുല്ലി ഷൈഇൻ അലീമ. നമ്മൾ വെളിച്ചത്ത് പുറമേക്ക് കാണിച്ചാലും ഉള്ളിൽ പറഞ്ഞാലും അതൊക്കെ അറിയുന്നവനാണ് അള്ളാഹു എന്ന് പറയണം. വായിച്ചാൽ ഒരേപോലെ സന്തോഷവും ഒരേപോലെ സന്താപവും അല്ലേ, ഒരേപോലെ നമുക്ക് പിന്നെ പ്രതീക്ഷയും ഒരേപോലെ പേടിയും ജനിപ്പിക്കുന്ന ആയത്തുകളാണ് ഇതൊക്കെ. ഇൻ തുബ്ദു ഷൈഅൻ ഔ തുഖ്ഫൂഹു ഫഇന്നല്ലാഹ കാന ബികുല്ലി ഷൈഇൻ അലീമ എന്നുള്ളത്. ഇവിടെ ഇനി അടുത്ത ആയത്ത് ലാ ജുനാഹ അലൈഹിന്ന ഫീ ആബാഇഹിന്ന വലാ അബ്നാഇഹിന്ന വലാ ഇഖ്വാനിഹിന്ന വലാ അബ്നാഇ ഇഖ്വാനിഹിന്ന വലാ അബ്നാഇ അഖവാതിഹിൻ വലാ നിസാഇഹിന്ന വലാ മാ മലകത് ഐമാനുഹുൻ വത്തഖീന അല്ലാഹ ഇന്നല്ലാഹ കാന അലാ കുല്ലി ഷൈഇൻ ഷഹീദ. ഈ ആയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തങ്ങളുടെ ഭാര്യമാരുടെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വഇദാ സഅൽതുമൂഹുന്ന മതാഅൻ വസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്. അവരോട് നിങ്ങൾ എന്തെങ്കിലും മത്താഴ് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ പറഞ്ഞു മത്താഴ് എന്ന് പറഞ്ഞാൽ ഹിസ്സിയുണ്ട് മാനവിയുണ്ട്, എന്തെങ്കിലും ഭൗതികമായിട്ടുള്ള വസ്തുവകകൾ ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ദീനിയായിട്ടോ മറ്റോ ഉള്ള വിജ്ഞാനങ്ങൾ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ആ ചോദ്യം എവിടെ ആയിരിക്കണം? ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്, ഒരു ഹിജാബിന് പിന്നിൽ നിന്നായിരിക്കണം എന്ന് പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ അവർ ഹിജാബ് ധരിച്ചാൽ തന്നെയും ചോദ്യം എന്താണ്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടുകളുണ്ടായിരുന്ന ഹിജാബ് ഉണ്ടല്ലോ, ഒരു മറ സ്ക്രീൻ, അതിന് പിന്നിൽ നിന്നായിരുന്നു ഭാര്യമാരങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഹിജാബിന് പിന്നിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിനർത്ഥം അവർ തീരെ ആ ഹിജാബ് വിട്ട് ഇറങ്ങിയിരുന്നില്ല എന്നുള്ളതല്ല, അവരവരുടെ മറയിലായിരുന്നു. പുറത്ത് ഇറങ്ങുകയാണെങ്കിൽ തന്നെയും അവരുടെ ഒട്ടകങ്ങളുടെ കൂടാരങ്ങളിലും മറ്റുമായിരുന്നു അവരുണ്ടായിരുന്നത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയോഗശേഷം ഭാര്യമാരെന്ത് ചെയ്തിട്ടുണ്ട്? ഹജ്ജിന് പോയിട്ടുണ്ട്. അപ്പം ഒരു പൊതു മസ്ലഹത്തും നന്മയുള്ള ഒരു വിഷയമാണ് എങ്കിൽ റസൂലുള്ളാഹിയുടെ ഭാര്യമാർ ഇപ്പോൾ ആയിഷ റളിയല്ലാഹു തആല തന്നെ ഇറാഖിൽ വരെ പോയില്ലേ, ജമലിൽ പങ്കെടുത്തില്ലേ. അപ്പോൾ ഇവിടെ ഈ പിന്നെ ഈ മറക്ക് പിന്നിൽ എന്ന് പറഞ്ഞെങ്കിൽ അവരുടെ ഒരു രൂപം പോലും പുറത്തേക്ക് കാണാത്ത വിധം അവർ വീടിനകത്താകണം എന്ന് അതിനൊരർത്ഥമല്ല. ചിലരങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അവരുടെ ആ എന്തുണ്ടോ ഷഖ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ ആ രൂപം അതുപോലും കാണാത്ത രീതിയിൽ അവർ ഉള്ളിലായിരിക്കണം എന്ന രീതിയിൽ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അങ്ങനെയല്ല ഇതിൻ്റെ ഉദ്ദേശം എന്നുള്ളത് ഭാര്യമാരുടെ ഈ പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലാക്കാം. കാരണം സഹാബികൾ ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന കാലത്ത് ഉമർ റളിയല്ലാഹുവിൻ്റെ ഒക്കെ ഖിലാഫത്തിലാണ് എന്ത് ചെയ്തിരുന്നത്, ഇവർ ഹജ്ജിനൊക്കെ പുറപ്പെട്ടിരുന്നത്. ഏതായാലും പൊതുവെ അവരോടുള്ള സംസാരങ്ങളും ഉണ്ട്, ഈ ഇടപെടലുകളും ചോദ്യങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഒരു ഹിജാബിന് പിന്നിൽ നിന്നായിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ആയത്തിൽ വഇദാ സഅൽതുമൂഹുന്ന, നിങ്ങൾ അവരോട് ചോദിച്ചാൽ എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ ആ ഉന്നത സ്ഥാനത്തേനത് അറിയിക്കണം. അല്ലാഹു അവരെ പിന്നെ പരിഗണിച്ച വിഷയമാണല്ലോ അത് അറിയിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിച്ചാൽ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഈ ചോദിക്കുന്ന നിങ്ങളിൽ ആരുണ്ട്?
അവരുടെ അടുത്ത ബന്ധുക്കളില്ലേ, അടുത്ത ബന്ധുക്കളില്ലേ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ പിതാക്കൾ, അൽ അബ് പിതാക്കൾ, പിന്നെ അവരുടെ മക്കൾ, പിന്നെ അവരുടെ സഹോദരങ്ങൾ, പിന്നെ അവരുടെ സഹോദരങ്ങളുടെ മക്കൾ, പിന്നെ അവരുടെ സഹോദരിമാരുടെ മക്കൾ, പിന്നെ നിസാഇഹിന്ന എന്നാണ് പറഞ്ഞത്. പിന്നെ അവരുടെ മിൽക്ക് യമീൻ. ഇതൊരു ചോദ്യമാണ്. നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ മറക്കുവിൽ നിന്ന് ചോദിക്കണം എന്നാണ്. അപ്പോൾ അവരുടെ ഉപ്പമാരുണ്ട്, അവരുടെ മക്കളുണ്ട്, അവരുടെ സഹോദരങ്ങളുണ്ട്, സഹോദരങ്ങളുടെ മക്കളുണ്ട്, സഹോദരിമാരുടെ മക്കളുണ്ട്, പിന്നെ സ്ത്രീ ജനങ്ങൾ, അവരുമായി ബന്ധപ്പെട്ട സ്ത്രീ ജനങ്ങളുണ്ട്. അതേപോലെ തന്നെ അവരുടെ കാര്യങ്ങൾ ജോലിയൊക്കെ നിർവഹിക്കുന്ന സേവകരായിട്ടുള്ള മിൽക്ക് യമീൻ അടിമകളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ വിഷയത്തിൽ ചോദ്യം വന്നു. അവരും ഹിജാബിന് പിന്നിൽ നിന്നായിരിക്കണോ ചോദിക്കേണ്ടത് റസൂലുള്ളാഹിൻ്റെ ഭാര്യമാരുടെ വിഷയത്തിൽ? ആ ചോദ്യം ഉണ്ടായപ്പോൾ ആ വിഷയത്തിലുള്ള പ്രതികരണമാണ് ഇത്. ലാ ജുനാഹ അലൈഹിന്ന. ലാ ജുനാഹ എന്നാണ് എന്താ? ജുനാഹ എന്ന് പറഞ്ഞാൽ നമ്മൾ വന്നില്ലേ, മലാമത്ത്, ആക്ഷേപം ഇല്ല, മലാമത്തില്ല, അല്ലെങ്കിൽ മശക്കത്ത്, പ്രയാസമല്ല, അല്ലെങ്കിൽ ഹറജ്, ഞെരുക്കല്ല, അല്ലെങ്കിൽ ഇസ്ം, കുറ്റമില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. ലാ ജുനാഹ എന്ന് പറഞ്ഞാൽ യാതൊരു കുറ്റമല്ല, അല്ലെങ്കിൽ യാതൊരു പ്രയാസമോ ഞെരുക്കമോ ആക്ഷേപമോ ഇല്ല. അലൈഹിന്ന, അലൈഹിന്ന എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം, അവരുടെ മേൽ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഹിന്നാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം ലാ ജുനാഹ, ലാ മലാമത്ത, യാതൊരു ആക്ഷേപമല്ല, ലാ മശക്ക, യാതൊരു പ്രയാസമല്ല, ലാ ഹറജ, യാതൊരു ഞെരുക്കമല്ല, ലാ ഇസ്മ, യാതൊരു കുറ്റമല്ല. ആരുടെ വിഷയത്തിൽ? ഫി ആബാഇഹിന്ന, അവരുടെ ആബാഇൻ്റെ വിഷയത്തിൽ. ആബാ എന്ന് പറഞ്ഞാൽ അവരുടെ പിതാക്കന്മാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ വാപ്പാർ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. ആരാ ആ വാപ്പാരാരാ? ആയിഷ റളിയല്ലാഹുവിൻ്റെ ഉപ്പ അബൂബക്കർ റളിയല്ലാഹുണ്ട്, ഹഫ്സ റളിയല്ലാഹു തആലയുടെ ഉപ്പ ഉമർ റളിയല്ലാഹു തആല ഉണ്ട്. അതേപോലെ തന്നെ ഉമ്മു ഹബീബ എന്നവരുടെ ഉപ്പ, ഉമ്മു ഹബീബ, റംല എന്നവരുടെ ഉപ്പ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ജീവിച്ചിരിപ്പുണ്ട്. അതേപോലെ പിന്നെ അങ്ങനെ ചിലരുണ്ട്. അതാണ് പറയുന്നത്. ലാ ജുനാഹ അലൈഹിന്ന ഫി ആബാഇഹിന്ന, അവരുടെ ഉപ്പാമാരുടെ വിഷയത്തിൽ. അബുൻ എന്നതിൻ്റെ ബഹുവചനം ആബ. ഈ അബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇനിയിപ്പോൾ എത്ര വാപ്പന്മാരുണ്ടല്ലോ, വാപ്പന്മാരുടെ ആ ഗണം, വാപ്പന്മാരിലൂടെ എത്ര മുകളിലേക്ക് പോയാലും വാപ്പാൻ്റെ വാപ്പ, അല്ലേ, വാപ്പാൻ്റെ വാപ്പാൻ്റെ ഉമ്മൻ്റെ വാപ്പ, ഇങ്ങനെ ഉണ്ടല്ലോ, പിതാക്കന്മാരുടെ ഗണം എത്ര ഉയർന്നു പോയാലും അതൊക്കെ ഇതിൽ പെട്ടു. അതേപോലെ തന്നെ ഇനി ഉമ്മൻ്റെ വാപ്പൻ്റെ ഒരാളുടെ ഉമ്മൻ്റെ ഉപ്പ, ആ ഗണം ഉണ്ടല്ലോ, ഉമ്മൻ്റെ ഉപ്പൻ്റെ, അതേപോലെ ഉമ്മൻ്റെ വാപ്പ, ഇങ്ങനെ ആ ഗണം എത്ര ഉയർന്നാലും അതൊക്കെ ഇതിൽ പെട്ടു. ലാ ജുനാഹ അലൈഹിന്ന ഫി ആബാഇഹിൻ വല അബ്നാഇഹിൻ. എന്താ വല അബ്നാഇഹിൻ? അവരുടെ മക്കളുടെ വിഷയത്തിലും ലാ ജുനാഹ അലൈഹിൻ, കുഴപ്പമില്ല. ഈ അവരുടെ വാപ്പന്മാരുടെ വിഷയത്തിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അവരുടെ വാപ്പന്മാരുടെ വിഷയത്തിൽ അവർക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാപ്പാർക്ക് എന്ത് ചെയ്യാം? ഹിജാബില്ലാതെ തന്നെ ചോദിക്കാം എന്നുള്ളതാണ്. റസൂലുള്ളാഹിൻ്റെ ഭാര്യമാരോട് ഇടപഴകാം എന്നുള്ളതാണ്. അബ്ന എന്ന് പറഞ്ഞെങ്കിൽ ഇബ്നുൻ, അതിൻ്റെ ബഹുവചനമാണ് അബ്ന. ആ ഗണം എത്ര താഴേക്ക് പോയാലും മക്കളുടെ ഗണം, ഇനി മക്കളെ അങ്ങനെ. റസൂലുള്ളാഹിൻ്റെ ഭാര്യമാർക്ക് മക്കളുണ്ടായിരുന്നോ? ഉമ്മു സൽമ റളിയല്ലാഹു തആല അൻഹക്ക് മക്കളുണ്ടായിരുന്നു. നമ്മൾ സലമ, ഉമർ, ദുറ, ഇങ്ങനത്തെ മക്കളൊക്കെ പറയില്ലേ. അതേപോലെ ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹക്ക് മക്കളുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചില ഭാര്യമാർക്ക് മക്കളുണ്ടായിരുന്നു. അവരെ ആദ്യ വിവാഹങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ സ്വീകരിക്കുന്നതിന് മുമ്പുള്ള വിവാഹങ്ങളിൽ അവർക്ക് മക്കളുണ്ടായിരുന്നു. അപ്പോൾ ആ മക്കളുടെ വിഷയമാണ് ഇവിടെ പറയുന്നത്. പിന്നെ വല ഇഖ്വാനിഹിൻ, ഇഖ്വാൻ, അഖുൻ, ഇഖ്വാൻ, സഹോദരങ്ങൾ
മൂന്ന് തരം സഹോദരങ്ങളുണ്ട്. ആരൊക്കെ മൂന്ന് തരം സഹോദരങ്ങൾ? ഷക്കീക്കായ സഹോദരനുണ്ട്, ഷക്കീക്കായ വാപ്പ ഇമ്മിയൊത്ത സഹോദരൻ, വാപ്പത്തെ സഹോദരങ്ങളുണ്ട് അല്ലേ. പിന്നെ ഉമ്മൊത്ത സഹോദരങ്ങളുണ്ട്. ഷക്കീഖ എന്നാണ് പറയുക, പൂർണ്ണ സഹോദരൻ. അഹുല്ലി അബ് വാപ്പത്തെ സഹോദരൻ, അഹുല്ലി ഉമ്മൊത്ത സഹോദരൻ. ഇവർ ഇങ്ങനത്തെവരുണ്ട്. ഒരു ഉദാഹരണം എന്താ? ആയിഷ റളിയല്ലാഹു തആലയുടെ സഹോദരങ്ങൾ അബ്ദുറഹ്മാൻ, അബ്ദുള്ള, മുഹമ്മദ്, ഇവരൊക്കെ ആയിഷ റളിയല്ലാഹുവിൻ്റെ സഹോദരനാണ്. മുആവിയ ആരുടെ സഹോദരനാണ്? അബ്ദുല്ലാഹി ഇബ്നു ഉമർ, ഇവരൊക്കെ സഹോദരങ്ങളല്ലേ. ആ സഹോദരങ്ങളാണ് അവർ. പൂർണ്ണ സഹോദരങ്ങളുണ്ട്, വാപ്പത്തെ ഉമ്മത്തെ സഹോദരങ്ങളുണ്ട്. പിന്നെ മുലകുടി ബന്ധത്തിൽ സഹോദരങ്ങൾ അല്ലേ. മുലകുടി ബന്ധത്തിൽ സഹോദരങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലേ. എന്താ പറഞ്ഞത്? ഒരു ചരിത്രം പറഞ്ഞല്ലേ. ആരുടെ ചരിത്രമാണ് അത്? സഹോദരങ്ങളുടെ വിഷയത്തിലല്ല പറഞ്ഞത്. പിന്നെയോ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ആരാ? മുലകുടി ബന്ധത്തിലെ വാപ്പാൻ്റെ സഹോദരൻ അമ്മ അബുൽ ഖുഐസ് എന്ന് പറയുന്ന ആളുടെ ഭാര്യയുടെ പാല കുടിച്ച ആയിഷ റളിയല്ലാഹു തആല അൻഹ. അപ്പോൾ അബുൽ ഖുഐസ് ആരാണ്? ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ചിടത്തോളം മുലകുടി ബന്ധത്തിൽ വാപ്പയാണ്. ഈ വാപ്പാൻ്റെ സഹോദരനാണ് ആര് വന്നത്? ആയിഷ റളിയല്ലാഹുവിൻ്റെ അടുക്കലേക്ക് വന്നത്. അപ്പോൾ പിന്നെ അഫ്ലഹ അല്ലേ പേര്, അഫ്ലഹ. അപ്പോൾ മുലകുടി ബന്ധത്തിൽ അപ്പോഴാണ് റസൂലുള്ള പറഞ്ഞത്, പിന്നെ നസബിലൂടെ സ്ഥാപിക്കപ്പെടുന്ന ബന്ധങ്ങൾ സ്ഥാപിക്കപ്പെടും. മുലകുടി ബന്ധം കൊണ്ട് എന്ത് ചെയ്യും? ഒരു രക്തബന്ധത്തിലൂടെയുള്ള അതൊക്കെ സ്ഥാപിക്കപ്പെടുമെന്ന് പറഞ്ഞു. അപ്പോൾ മുലകുടി ബന്ധത്തിലുള്ള സഹോദരങ്ങൾ. പിന്നെ വലാ നിസാഇഹിന്ന വലാ മാ മലകത് അയ്മാനുഹുന്ന വത്തഖീനല്ലാഹ ഇന്നല്ലാഹ കാന അലാ കുല്ലി ഷൈഇൻ ഷഹീദൻ. നമ്മൾ പറഞ്ഞ ലാ ജുനാഹ അലൈഹിന്ന, അവർ റസൂലുള്ളാഹിൻ്റെ ഭാര്യമാർ, അവരെ സംബന്ധിച്ചിടത്തോളം ആക്ഷേപമല്ല എന്നല്ലെങ്കിൽ പ്രയാസമല്ല എന്നുള്ള പറഞ്ഞത്. എന്തിനാ അവരെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞത്? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയാതിരുന്നത് എന്ത്? ലാ ജുനാഹ അലൈക്കും, നിങ്ങൾ അനുവാദം ചോദിക്കുന്നവരുണ്ട്, അനുവാദം കൊടുക്കുന്നവരുണ്ട്. ആരാ അനുവാദം കൊടുക്കുന്നവർ? ഭാര്യമാരാണ്. ചോദിക്കുന്നവരോ നിങ്ങളാണ് അല്ലേ. നിങ്ങളെ പറയാതെ എന്താ അവർക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞ്? ഒന്ന് അവരെ പിന്നെ ആദരിക്കുന്ന വിഷയമാണ് ഇതൊക്കെ, പ്രയോഗങ്ങളൊക്കെ. രണ്ട്, അവരാണ് അനുവാദം കൊടുക്കേണ്ടത്. അവരുടെ കയ്യിലാണ് ഒരാൾ കടന്നു വരണോ, ഒരാൾ സംസാരിക്കണോ എന്നുള്ള അധികാരമൊക്കെ ആരുടെ റസൂലുള്ളാഹിൻ്റെ ഭാര്യമാരത്താണ്. അവർ പറയാണ് പൊയ്ക്കോളി എന്ന് പറയണമെങ്കിൽ അവർ വീട്ടുകാരാണ്, അവരെയാണ് ആളുകൾക്ക് ആവശ്യം. അതുകൊണ്ടാണ് അങ്ങോട്ട് വരുന്നത്. അതുകൊണ്ടാണ് ആ ഒരു അലൈഹിന്ന അബാഇഹിന്ന അബ്നാഇഹിന്ന ഇങ്ങനെ അവരിലേക്ക് ചേർത്ത്. വല അബ്നാഇ ഇഖ്വാനിഹിന്ന, അവരുടെ സഹോദരങ്ങളുടെ മക്കൾ അവരുടെ വിഷയത്തിലും പ്രശ്നമല്ല. ഹിജാബില്ലാതെ തന്നെ എന്ത് ചെയ്യാം? അവരോട് സംസാരിക്കാം, അവരുടെ അടുക്കൽ അവരുമായി വർത്തിക്കാം. അബ്നാഇ ഇഖ്വാനിഹിന്ന, സഹോദരങ്ങളുടെ മക്കൾ എന്ന് പറഞ്ഞാൽ ആരെപ്പോലെ? അബ്നാഉൽ അഖ്, അബ്നാഉൽ ഇഖ്വ. അതെല്ലാം പിന്നെ പൂർണ്ണ സഹോദരനാകട്ടെ, അർദ്ധ സഹോദരനാകട്ടെ, മുലകുടി ബന്ധത്തിലുള്ള സഹോദരങ്ങളാകട്ടെ, അവരുടെയൊക്കെ മക്കൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ മുലകുടി ബന്ധ സഹോദരന്മാർ പെടും. അത് നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ, ക്ലാസ്സിന് തൊട്ടും പറഞ്ഞില്ലേ. പിന്നെ ഇപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമറിൻ്റെ മക്കൾ, അതേപോലെ മുആവിയയുടെ മക്കൾ ഒക്കെ ഉണ്ടല്ലോ, ഹബീബയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ. അതാണ് ഉദ്ദേശം. വല അബ്നാഇ അഖവാതിഹിൻ, അവരുടെ സഹോദരിമാരുടെ മക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ അല്ലേ, അസ്മ റളിയല്ലാഹുവിൻ്റെ മകനല്ലേ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ. അസ്മ ദമ്പതികളുടെ മകനാണ് അബ്ദുള്ള ഇബ്നു സുബൈറിനെ പോലുള്ളവരൊക്കെ. അതാണ് ഉദ്ദേശം, അവരുടെ മക്കൾ. വല നിസാഇഹിൻ, അതാണ് വിഷയം. നിസാ എന്ന് പറഞ്ഞാൽ എന്താ? നിസാ എന്നുള്ളതിൻ്റെ ഏകവചനം എന്താ? ഇമ്രഅത്തുൻ എന്നുള്ളതിൽ നിന്ന് നിസാഉൻ എന്ന പദത്തിന് ആ പദത്തിൽ നിന്നുള്ള ഏകവചനമല്ല, ആ പദത്തിൽ നിന്ന് ഏകവചനമല്ല. ഇപ്പോൾ വലതുൻ ഔലാദ്, ഇബ്നുൻ അബ്ന അല്ലേ, റജുലുൻ റിജാൽ, ആ ഏകവചനത്തിൽ നിന്നാണ് അതിൻ്റെ ബഹുവചനം. പക്ഷെ ചില അറബി പദങ്ങളുണ്ട് അതിന് നേരിട്ട് എന്തില്ല, അതിന് ഏകവചനമല്ല. ഇമ്രഅത്തുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് നിസ. ഇവിടെ ഉദ്ദേശം നിസാഉൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രായപൂർത്തിയെത്തിയ സ്ത്രീകൾ. നിസാഇഹിന്ന എന്ന് പറഞ്ഞാൽ അവരിലെ നിസ എന്നാണ്. റസൂലുള്ളാഹിൻ്റെ ഭാര്യമാരുമായി ബന്ധപ്പെട്ടിട്ട് അതിലേക്ക് ചേർത്താണ് നിസായിനെ പറഞ്ഞത്. നിസാഇഹിന്ന എന്ന് പറഞ്ഞാൽ നിസായിനെ ഭാര്യമാരിലേക്ക് ചേർത്തു. അപ്പോൾ ആരാ ഉദ്ദേശം? നിസ്ലാസ്ലമ തങ്ങളുടെ ഭാര്യമാരുമായി ബന്ധപ്പെട്ട സ്ത്രീജനങ്ങളാണ് നിസാഇഹിന്ന എന്ന് പറഞ്ഞത്.
അവരിലെ നിസ എന്ന് പറഞ്ഞാൽ ആരാ ഉദ്ദേശം? റസൂലുള്ളാഹിന്റെ ഭാര്യമാരുമായി ബന്ധപ്പെട്ടുള്ളതായ അടുത്ത ബന്ധുക്കളായ സ്ത്രീകൾ, റസൂലുള്ളാഹിന്റെ അടുത്ത ബന്ധുക്കളായ സഹോദരിമാർ, അങ്ങനത്തെ അല്ലെങ്കിൽ പിന്നെ അടുത്ത അമ്മായിമാർ, കുഞ്ഞാമ്മമാർ, മാതൃ സഹോദരികൾ, പിതൃ സഹോദരികൾ, ഇങ്ങനത്തെ സ്ത്രീകൾ എന്ന് പറഞ്ഞവരുണ്ട്. ചിലർ മുസ്ലിം സ്ത്രീകളാണ്, മുസ്ലിമീങ്ങളായ സ്ത്രീകളാണ്. അപ്പം മുസ്ലിം സ്ത്രീകളോ, അമുസ്ലിം സ്ത്രീകളോടും ചോദിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു ഹിജാബിന് പിന്നിൽ നിന്നായിരിക്കണം. അമുസ്ലിം സ്ത്രീകളുടെ വിഷയം എന്താണ്? അമുസ്ലിം സ്ത്രീകൾ ഈ നിസാഇഹിന്ന എന്ന് പറഞ്ഞതിൽ പെടുമോ? ഇപ്പോൾ ഒരു സ്ത്രീ, സാധാരണ റസൂലുള്ളാഹിന്റെ ഭാര്യമാരുടെ വിഷയമല്ല, ഒരു സ്ത്രീ അവർക്ക് ഇപ്പോൾ പിന്നെ മക്കളുടെ മുമ്പിൽ, പിതാവിൻ്റെ മുമ്പിൽ, സഹോദരൻ്റെ മുന്നിലൊക്കെ അവരുടെ ഒരു ഡ്രസ്സ് ഉണ്ടല്ലോ, പിന്നെ അവർക്ക് അവരുടെ മുടി കാണിക്കാം, മുഖം കാണിക്കാം, കഴുത്ത് കാണിക്കാം, മുൻകൈ ഭാഗം കാണിക്കാം, ഒക്കെ കാണിക്കാം, കണങ്കാൽ ഭാഗം, ഇങ്ങനത്തെ ഒക്കെ കാണുന്നതിന് പ്രശ്നമല്ല. ആരുടെ മുമ്പിൽ? ഈ പിന്നെ ആളുകളുടെ മുമ്പിൽ. ഇപ്പം പിന്നെ സ്ത്രീകളുടെ മുമ്പിൽ പ്രത്യേകിച്ച് ഇവിടെ വിഷയം മുസ്ലിം സ്ത്രീകൾ, അമുസ്ലിം സ്ത്രീകളുടെ മുമ്പിൽ അങ്ങനെ ഉണ്ടോ? അതല്ല ഹിജാബ് ഇല്ലായിരിക്കണോ എന്നുള്ളതാണ്, അതാണ് വിഷയം. അതിൽ ഇപ്പം നിസാഇഹിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മുസ്ലിം സ്ത്രീകൾ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളായ സ്ത്രീകൾ എന്ന് പറഞ്ഞതിനേക്കാൾ ചിലർ പറഞ്ഞത് സ്ത്രീകൾ മൊത്തത്തിൽ ഇവിടെ ഉദ്ദേശമാണ്, സ്ത്രീകൾ മൊത്തത്തിൽ ഉദ്ദേശമാണ്. അതിന് അമുസ്ലിം സ്ത്രീകൾ വരെ. അതിന് അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാർ പറയുന്നത്, ഇപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ അവർക്ക് ഖിദ്മത്ത് ചെയ്തിരുന്ന ജൂത സ്ത്രീ ഉണ്ടായിരുന്നു എന്നാണ്. ജൂത സ്ത്രീകൾ ആയിഷ റളിയല്ലാഹുവിൻ്റെ വീട്ടിൽ വരാറുണ്ടായിരുന്നു, അവിടെ ഖിദ്മത്ത് ചെയ്ത് കഴിയാറുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ വീട്ടിനകത്തൊരു സ്ത്രീ ഖിദ്മത്തിൽ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും വീട്ടിനകത്ത് എപ്പോഴും സ്ത്രീ ഹിജാബിലാവില്ല, ഉണ്ടാവില്ല. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കൽ ഒരു ജൂതപ്പെണ്ണ് വന്നിട്ട് പറയാറുണ്ടല്ലോ, ധരിച്ചിട്ടുണ്ട്, അത്തഴിമൂനി എന്ന് പറഞ്ഞിട്ട് പറയുന്നു. വന്നിട്ട് എന്താ അത്തഴിമൂനാണ്, വല്ലതും തിന്നാൻ തരും എന്നാ പറയാം. ആയിഷ റളിയല്ലാഹു തന്നെ എന്തെങ്കിലും തിന്നാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ പറയും വഖാഖില്ലാഹു മിൻ അദാബിൽ ഖബർ, അള്ളാഹു ഖബറിലെ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തട്ടെ എന്ന് പറയും. വഖാഖില്ലാഹു മിൻ അദാബിൽ ഖബർ, ഖബറിലെ ശിക്ഷയിൽ നിന്ന് അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തട്ടെ എന്ന് ആ ജൂതപ്പെണ്ണ് പറയുന്നതാണ്. അത്ഇമൂനി എന്ന് പറയുമ്പോൾ പിന്നെ അതേപോലെ വേറെ ഹദീസിൽ കാണാം, കാനത്ത് പിന്നെ ഇമ്രത്തുൻ യഹൂദിയത്തുൻ കാനത്ത് തഖ്ദിമു ആയിഷത റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഖിദ്മത്ത് ചെയ്യുന്ന ഒരു ജൂത സ്ത്രീ ഉണ്ടായിരുന്നു എന്നാണ്. അങ്ങനെ അവരിടക്കിടക്ക് പറയുന്നതാണ് വഖാഖില്ല മിൻ അദാബിൽ ഖബർ, ഖബർ ശിക്ഷയിൽ നിന്ന് അള്ളാഹു നിങ്ങളെ കാക്കട്ടെ എന്ന്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പിന്നെ ഞാൻ അവരെ ഇങ്ങനെ പറയുമ്പോൾ ഖബർ ശിക്ഷ പറയുമ്പോൾ ഞാൻ അവരെ സത്യപ്പെടുത്തിയിരുന്നില്ല. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഈ പെണ്ണ് എപ്പോഴും പറയും അദാബുൽ ഖബറിനെ കുറിച്ച്, അങ്ങനെ അദാബുൽ ഖബർ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ അദാബുൽ ഖബറിനെ കുറിച്ച് പറഞ്ഞു, അതിൽ നിന്ന് രക്ഷ തേടാൻ വേണ്ടി പറഞ്ഞു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും ഖബറിലെ ശിക്ഷയിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടിയിട്ട് തേടുമായിരുന്നു എന്നൊക്കെ ഹദീസിൽ കാണാം. അവിടെ വിഷയം, നമ്മളെ വിഷയം എന്താ? യഹൂദ സ്ത്രീയാണ് പറയുമ്പോൾ, അന്നത്തെ കാലത്ത് യഹൂദ സ്ത്രീകൾ എന്നുണ്ടെങ്കിൽ ഒരു പിന്നെ ജൂതർ മൊത്തത്തിലൊരു പ്രശ്നക്കാരാണല്ലോ, അസൂയയുടെ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ. പക്ഷേ ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഖിദ്മത്ത് ചെയ്യുന്ന ജൂതപ്പെണ്ണുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ ഈ പിതാവ്, സഹോദരങ്ങൾ, മക്കൾ, ഇങ്ങനെ മക്കളുടെ മക്കൾ, ഇവരുടെയൊക്കെ മുമ്പിൽ നമ്മൾ ഇടപഴകുമ്പോൾ ഏത് ഡ്രസ് കോഡിലാണോ ആ ഡ്രസ് കോഡിൽ അമുസ്ലിങ്ങളായ സ്ത്രീകളുമായിട്ട് വർത്തിക്കുന്നതിൽ, സംസാരിക്കുന്നതിൽ പ്രശ്നമല്ല എന്നുള്ളതാണ് അതിൽ പണ്ഡിതന്മാർ പറയുന്നത്. ഈ അഭിപ്രായം പറയുന്ന പണ്ഡിതന്മാർ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരോടുള്ള വർത്തനത്തിൻ്റെ വിഷയത്തിലും ഇതാണ് പറഞ്ഞത് അല്ലേ. അവിടെ സ്ത്രീകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം സ്ത്രീകളാണ്, മൊത്തം സ്ത്രീകളാണ്, അല്ലാതെ അടുത്ത ബന്ധുക്കളായ സ്ത്രീകളോ മുസ്ലിം സ്ത്രീകളോ അതിൽ പരിമിതമല്ല എന്നാണ് ഈ പണ്ഡിതന്മാർ പറയുന്നത്. അല്ല കുല്ലിൻ. പിന്നെ വലമ്മ മലക്കത്ത് ഐമാനുഹുൻ, അവരുടെ വലം കൈകൾ ഉടമപ്പെടുത്തിയ മിൽക്ക് യമീൻ, അടിമകളായിട്ടുള്ള ആളുകൾ. വലമ്മ മലക്കത്ത് ഐമാനുഹുൻ, അവരുടെ യമീനുകൾ ഉടമപ്പെടുത്തിയ അടിമകളായിട്ടുള്ള സേവകർ. അവർ റസൂലുള്ളാഹിന്റെ ഭാര്യമാരുടെ ഹുജറകളിലുണ്ടായിരുന്നു, അവർക്ക് സേവകരായിട്ടുള്ള ചില അടിമകളുണ്ടായിരുന്നു. അപ്പോൾ അവരോടുള്ള സംസാരത്തിൽ ഹിജാബ് വേണം, ഹിജാബിന് പിന്നിൽ നിന്നാണോ അത് വേണ്ട എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. കാരണം അവർ വീട്ടിൽ വേലക്കാരാണ്, ജോലിക്കാരാണ്. അതുകൊണ്ട് തന്നെ പിന്നെ അവരോട് ഈ ഒരു ഹിജാബിന് പിന്നിൽ നിന്ന് അന്യരോട് ചോദിക്കുന്നത് പോലെ ചോദിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുബന്ധം പറഞ്ഞു വത്തഖീനല്ലാഹ്,
എന്താ വത്തഖീൻ അല്ല, നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾ തഖ്വയുള്ളവരാണ്. വത്തഖീൻ, നിങ്ങൾ തഖ്വയുള്ളവരാകണം. പെണ്ണുങ്ങളോടാണ്. ആണുങ്ങളോടാണെങ്കിൽ എങ്ങനെ പറയാം? വത്തഖുള്ള, നമ്മളെപ്പോഴും കേൾക്കണല്ലേ, വത്തഖു. ഇത് പെണ്ണിനോടാണ്, പെണ്ണുങ്ങളോടാണ്. അതുകൊണ്ടാണ് വത്തഖീൻ, ഇത്തഖീന ഉണ്ടോ, ഇത്തഖീന, വത്തഖീന എന്ന് പറഞ്ഞത്. നിങ്ങൾ പെണ്ണുങ്ങൾ എന്നാണ് ഇവിടെ. ആരോടാണ് അഭിസംബോധന? അവരോട് പറയുന്നത് വത്തഖീൻ അല്ലാ, നിങ്ങൾ അള്ളാഹുവിൽ തഖ്വയുള്ളവരാകണം. ഇവരോടൊക്കെ ഈ രീതിയിൽ നിങ്ങൾക്ക് ചോദിക്കാൻ അള്ളാഹു അനുവദിച്ചിട്ടുണ്ടെങ്കിലും തഖ്വ കൈവിടാൻ പാടുള്ളതല്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണം. ഇവിടെ പെണ്ണായാലും ആണായാലും ഇവിടെ അതുകൊണ്ടല്ലേ ഇത് പറഞ്ഞത്, വലമാ മലക്കത്ത് ഐമാനുഹുൻ എന്നാണ്, അവരുടെ വലങ്കൈകൾ ഉടമപ്പെടുത്തിയവർ എന്നാണ്. പെണ്ണിൻ്റെ ആണെങ്കിൽ പറയേണ്ട കാര്യമല്ല, പെണ്ണ് ഇവിടെ പറഞ്ഞില്ലേ, ആണുങ്ങളായിട്ടുള്ള സേവകർ ഉണ്ടാവും. അവരോടാണ് എങ്കിൽ ആയിഷ റളിയല്ലാഹു തആല എൻ്റെ അടുക്കലൊരു എന്താണ് സാലിം അങ്ങനെ പേരുള്ളൊരു ഒരു ഖാദിമുണ്ടായിരുന്നു. പക്ഷേ പിന്നെ അയാൾ മോചനദ്രവ്യം നൽകി മോചനം നേടിയ അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അയാളിൽ നിന്നും മറ സ്വീകരിച്ചു എന്നാണ്. അതുവരെ വീട്ടു ജോലിക്കാരനായിട്ടായിരുന്നു ആളുണ്ടായിരുന്നു. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ അങ്ങനെ ഹിജാബിന് പിന്നിൽ നിന്നായിരുന്നില്ല അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നത്, ഇടപഴകിയിരുന്നത് എന്നുള്ളതാണ്. വുളുവിൻ്റെ വിഷയം പഠിപ്പിച്ചൊക്കെ ഒരു ഹദീസും കാണാം. അതാണ് ഇതിൽ പറയുന്നത്. ഇവിടെ വാപ്പാരെ പറഞ്ഞ്, മക്കളെ പറഞ്ഞ്, സഹോദരങ്ങൾ, സഹോദരങ്ങളുടെ മക്കൾ, സഹോദരിമാരുടെ മക്കൾ അല്ലേ, പിന്നെ സ്ത്രീകൾ, പിന്നെ മിൽക്കി യമീൻ പറഞ്ഞു. എളാപ്പി മൂത്താപ്പി ഇവിടെ പറഞ്ഞില്ല. എളാപ്പി മൂത്താപ്പി അപ്പം എന്താ പറയുന്നത്? ഈ വാപ്പാര് എന്ന് പറയുമ്പോൾ ആ ഗണത്തിൽ എളാപ്പ വരും, എളാപ്പ വരും. യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വസിയത്തിനെ കുറിച്ച് പറഞ്ഞില്ലേ, അം കുന്തു ശുഹദാ ഇദ് ഹദറ യാക്കൂബൽ മൗത്ത് ഇദ് ഖാല ലിബനീഹി മാ തഅബുദു ഖാലു നഅബുദു, എന്താ വസിയത്ത്? ഖാലു നഅബുദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹിം വ ഇസ്മായിൽ വ ഇസ്ഹാഖ്. യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മക്കളാണ്. എത്ര പേരാ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മക്കൾ? 12. ഈ 12 മക്കളോട് വാപ്പ ചോദിക്കുകയാണ്, മാ തഅബുദൂന മിൻ ബഅദി, മരിക്കുന്ന സമയത്ത് നിങ്ങൾ ആരെ ആരാധിക്കുന്നു? അപ്പോൾ മക്കൾ പറയാൻ നഅബുദു ഇലാഹക വ ഇലാഹ ആബായിക. എന്താ അതിൻ്റെ അർത്ഥം? താങ്കളുടെ ഇലാഹിനെയും താങ്കളുടെ പിതാക്കളുടെ ഇലാഹിനെയും ആരാധിക്കുന്നതാണ്. ആരൊക്കെയാണ് ആ പിതാക്കൾ പറഞ്ഞത്? പിന്നെ ഇബ്രാഹിം അല്ലേ അലൈഹിസ്സലാം, പിന്നെ ഇസ്മായിൽ അലൈഹിസ്സലാം, പിന്നെ ഇസ്ഹാഖ്. അതാണ് ആയത്തിൽ പറഞ്ഞത്, നഅബുദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹിം വ ഇസ്മായിൽ വ ഇസ്ഹാഖ് ഇലാഹം വാഹിദ വ നഹ്നു ലഹു മുസ്ലിമൂൻ. ഈ 12 മക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വാപ്പാരാ? പറയും. ഇവരുടെ വാപ്പ യാക്കൂബിനോടല്ലേ സംസാരിക്കണം അലൈഹിസ്സലാം. അപ്പോൾ യാക്കൂബ് നബി വാപ്പയാണ്. അപ്പോൾ ഇബ്രാഹിം നബി ആരാണ് അവർക്ക്? വലിയാപ്പ അല്ലേ. ഇസ്ഹാഖും വലിയാപ്പ അല്ലേ. ഇസ്ഹാഖിൻ്റെ മകനാണ് യാക്കൂബ്. ഇസ്ഹാഖിൻ്റെ ഇത് പിതാമഹനാണ്. ഇസ്മായിൽ ആരാ? ഈ 12 മക്കൾക്ക് ഇസ്മായിൽ ആരാ? എളാപ്പയാണ്. എളാപ്പയാണ്. പക്ഷേ എളാപ്പാൻ എന്താ പറഞ്ഞത്? അബ് എന്നാണ് പറഞ്ഞത്. അതിലാണ് പെടുത്തിയത്. അപ്പോൾ എളാപ്പ മൂത്താപ്പാർ ഈ അബ് എന്ന ഗണത്തിൽ പെടും എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ്. അല്ല അവർ അന്യരാണ്. എളാപ്പ മൂത്താപ്പാരുടെ മക്കളാരാണ്? അന്യരാണ്. ഉമ്മൻ്റെ സഹോദരങ്ങളും ഇങ്ങനെയാണ്. ചിലർ പറഞ്ഞത് എളാപ്പയും മൂത്താപ്പയും ഇവിടെ എന്താണ്, ചിലർ പറയുന്നത് എളാപ്പയും മൂത്താപ്പയും ഇവിടെ പെടൂല, അവരന്യരെ പോലെയാണ്. പക്ഷെ അത് കടുത്ത അപരോധാണ്. ശരിയല്ലേ? പിന്നെ ഒരു കവി പറഞ്ഞില്ലേ, അക്കാരിബു ക അക്കാരിബു ഫി അദാഹും ഫലാ തർക്കൻ ഇല അമ്മിൻ വഖാലി. സമയമായില്ലേ? അടുത്ത ആഴ്ച പറയാം. നമുക്ക് ഈ ആയത്താണ് ഞാൻ അടുത്ത ആഴ്ച. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത് പൂർത്തീകരിച്ചിട്ട് അടുത്ത ആഴ്ച പറയാം.